പുതുവർഷം എനിക്ക് കൊടുത്തൊരു ശാന്ത നിമിഷം. അപ്പോൾ മനസ്സിലാക്കി ചില കാര്യങ്ങൾ വാക്കുകളിലാക്കി. എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച ഒരുപാട് ദിവസങ്ങൾ ഇന്ന് പിന്നിലായി. തെറ്റുകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലം പതുക്കെ കടന്നുപോയി. ഇന്ന് എനിക്ക് 31 വയസ്സായി. കാലത്തിനൊപ്പം എൻ്റെ ചിന്തകളും എൻ്റെ പ്രതികരണങ്ങളും പതുക്കെ മാറി. ഇന്ന് ഞാനൊരു വ്യക്തിയായി നിൽക്കാൻ കാരണങ്ങൾ പലതുണ്ട്. എല്ലാവരോടും പറയാൻ എനിക്കൊന്നു മാത്രമേ ഉള്ളൂ: നന്ദി. എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചതിനും, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിനും, മറ്റുള്ളവരെ സഹായിക്കാൻ പഠിപ്പിച്ചതിനും. ഇന്ന് നിങ്ങളീ കാണുന്ന ഫോട്ടോയിലുള്ളത് എൻ്റെ അമ്മയുടെ പേരൻസും എൻ്റെ അച്ഛൻ്റെ പേരൻസുമാണ്. അതിൽ എൻ്റെ അച്ഛൻ്റെ പേരൻസ് ഞങ്ങളുടെ കൂടെ ഇല്ല. പല നല്ല വാക്കുകളും അവരോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രായത്തിൻ്റെ പക്വതക്കുറവുകൊണ്ടും ഇപ്പം ഇന്നീ പറയാനുള്ള കോൺഫിഡൻസ് കുറവുകൊണ്ടും പല കാര്യങ്ങളും സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇത്ര ആഴത്തിൽ അവർ സ്ഥാനം പിടിച്ചത്, ഇന്നീ സംസാരിക്കൽ എന്നെ പ്രേരിപ്പിച്ചത്. എന്നെ വളർത്തിയത് എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും അവരെക്കാളിലും ഒരുപാട് എനിക്കിഷ്ടമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയോടും അച്ഛൻ്റെ അച്ഛനോടും. ജീവിതം ഒരു ചെറുകഥയല്ലെന്ന്, അതൊരു നീളമുള്ള യാത്രയാണെന്ന് എനിക്ക് കാണിച്ചു തന്നവരാണ്. കൊച്ചുമക്കളിൽ ഞാൻ ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ. അവർക്ക് എന്നോടുള്ള സ്നേഹം കണ്ട് ഞങ്ങളുടെ കസിൻസും എനിക്കും തോന്നിയ കാര്യമാണ്. അമ്മൂമ്മയോ അപ്പൂപ്പനോ പ്രാർത്ഥിക്കുന്നതോ അമ്പലത്തിൽ പോകുന്നതോ വ്യക്തമായി ഞാൻ കണ്ടിട്ടില്ല. അവരൊരു മതത്തിൻ്റെ പേര് ജീവിച്ചിരുന്നവരായിരുന്നില്ല. അവരൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു. എന്നാലും മനുഷ്യരോടുള്ള കരുണയും നന്മ ചെയ്യാനുള്ള മനസ്സും അവരിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ദൈവം അവരിലാണ്, ചിലപ്പോൾ വാക്കുകളിലല്ല പ്രവൃത്തികളാണ് ജീവിച്ചിരുന്നത്. കുഞ്ഞായിരുന്ന കാലത്ത് എൻ്റെ പിറന്നാളിനോ പ്രത്യേക ദിവസങ്ങളിലോ എൻ്റെ കൂടെ വരാനായി അമ്മൂമ്മ ചിലപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുമായിരുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ പേരിലല്ല, എൻ്റെ സന്തോഷത്തിനായി, എന്നെ ഒറ്റയ്ക്കാക്കാതിരിക്കാനായി. അവിടെയും അമ്പലത്തിലും ഒരു കാണിക്കവഞ്ചിയിൽ പൈസ ഇടുകയോ ഒരർച്ചന ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആകെ അമ്മ ചെയ്യുന്നത് ഞാൻ കാണുന്നത് അമ്പലത്തിൻ്റെ പുറത്ത് ഇറങ്ങി വരുമ്പോൾ ഏതെങ്കിലും ഭിക്ഷാടകർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഈവൻ വീട്ടിലാണെങ്കിലും ആരെങ്കിലും പാവപ്പെട്ടവർ വരുമ്പോൾ ഉള്ളതിലൊരു പങ്ക് ആഹാരമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതന്ന് ഞാൻ അത്ഭുതത്തോട് നോക്കി നിന്നു. അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്ന് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മൂമ്മ പറഞ്ഞ വാക്കുകൾ അന്നും ഇന്നും ഞാൻ ഓർക്കുന്നു. പ്രാർത്ഥിക്കാനും കാണിക്കിടാനും പലരും ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കേൾക്കാൻ ദൈവവും ദേവിയും ദേവനും കർത്താവുമുണ്ട്. പക്ഷേ ആവശ്യക്കാരെ കണ്ട് സഹായിക്കാൻ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അമ്മൂമ്മയുടെ കൊച്ചുമകളായതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അത് തന്നെയാണ് എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ഈ ഉയർച്ചയിലും കാരണം. അതൊക്കെ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരിക്കൽ അമ്മൂമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൂപ്പനെയോ? നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അപ്പൂപ്പനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ടായി പറഞ്ഞു, അമ്മ മരിക്കുമ്പോൾ ഞാൻ വരില്ല. അപ്പം അമ്മ പറഞ്ഞു, അതെന്താ? ഞാൻ മരിക്കുമ്പോൾ നീ വരണ്ടേ? അപ്പം ഞാൻ പറഞ്ഞില്ല. ആ വാക്കുകൾ എൻ്റെ അമ്മൂമ്മയെ വിഷമിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മൂമ്മ എന്നെ വിളിച്ചു. എന്നെ ചേർത്ത് നിർത്തി ഉമ്മ നൽകിയിട്ട് പറഞ്ഞു, നീ വരണ്ട, നീ എന്നെ അങ്ങനെ കാണണ്ട. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ? അപ്പം അമ്മൂമ്മ മറുപടി പറഞ്ഞു, നിൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് കാണുന്നത്. ഞാൻ മരിച്ചു കിടക്കുന്ന കണ്ട എൻ്റെ കുഞ്ഞിന് വിഷമം വരും. അന്ന് ഞാൻ മനസ്സിലാക്കി, ഇത് തന്നെയല്ലേ ഞാനും മനസ്സിൽ വിചാരിച്ചത്. മരണം ഒരു സത്യമെങ്കിലും ഓർമ്മകളാണ് നമ്മളെന്നും ചേർത്ത് നിർത്തുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നതും എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ പല വ്യക്തികളുമുണ്ട്. അവരൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജീവനോടുള്ള എൻ്റെ അമ്മയുടെ പേരൻസ്, അവരൊരു സാധാരണ മനുഷ്യരാണ്. പെട്ടെന്ന് ദേഷ്യം വരും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കും, ചെറിയ ചെറിയ പിടിവാശികൾ. അതുമുപരി ഞാനിവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട് വിശേഷം ചോദിക്കുന്നതിന് ഇപ്പുറം തന്നെ നീ കഴിച്ചോ, നിൻ്റെ പൈസ ഉണ്ടോ ചോദിക്കുന്നത് എൻ്റെ അടപ്പിച്ച് കളയും. ഒരുപാട് പ്രഷറിൽ ഞാൻ വിളിക്കുമ്പോഴും അവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഞാൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രഷർ കുറഞ്ഞു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതാനും അറിയുന്ന ആ മനസ്സുകളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. പക്ഷേ എനിക്കൊരുപാട് നന്ദിയുണ്ട് അവരോട്. അതൊക്കെ കണ്ടു തന്നെയാണ് ഞങ്ങളെല്ലാവരും പഠിക്കുന്നത്. ചിലപ്പോൾ ഈ സ്നേഹമൊന്നും തിരിച്ച് കിട്ടണമെന്നോ ഇതതുപോലെ കൊടുക്കണമെന്നോ എന്നൊന്നുമില്ല. അതുകൊണ്ട് കൂടെയുള്ള സമയത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ഇന്ന് അവരാണെങ്കിൽ നാളെ
നമ്മളും ആ സ്ഥാനത്തെത്തിയേക്കാം. മരിച്ചവർ മാത്രം ഓർക്കണ്ട, നമ്മുടെ ചുറ്റുമുള്ള ജീവിക്കുന്നവരാണ് നമ്മുടെ സ്വന്തം. ഒരു ഫോൺ കോളിൻ്റെ വേണ്ടി അപ്പുറത്തെ നമ്മുടെ വിളി കാത്തിരിക്കുന്ന ഒരു മനസ്സെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരു വിളിക്കാനില്ലാത്ത ആൾക്കാർ പോലും വിഷമിക്കണ്ട. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന പോലെ വേറെ ആർക്കെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാര്യം ഈ ഒരു സെക്കൻഡ് ഇന്ന് തന്നെ ജീവിക്കാം. നാളെയുടെ കാര്യം നാളെ. ജീവിതം ഒറ്റത്തവണ മാത്രമാണ്. ആദ്യം സ്വയം സ്നേഹിക്കാം, പിന്നെ പതുക്കെ മുന്നോട്ട് പോകാം. താങ്ക് യു.